അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. യൂട്യൂബിൽ ആണ്ടിലും സംക്രാന്തിക്കൊക്കെ വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇനി മുതൽ സ്ഥിരമായിട്ട് വരണം എന്നാഗ്രഹമുണ്ട്. എനിവേ, ഹൗ ആർ യു എവ്രിബഡി ഡൂയിങ്? എന്താ പറഞ്ഞപ്പോൾ ഓക്കെ. എനിവേസ്, ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു, നിങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ജാക്കറ്റൊന്നുമില്ലാതെ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ പുറത്തിങ്ങനെ നടക്കണേ. ആൻഡ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഈ വിൻ്ററിൽ ഞാൻ കുറേ എന്താ പറയുക മെൻ്റലി ഡൗൺ ആയിരുന്നു. ഈ സീസണൽ ഡിപ്രഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു എന്നെനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മളതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കണം എന്ന് പറയില്ലേ, എന്നാലാണ് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. ഈ തണുപ്പൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൂഡിന് ഒരു ചേഞ്ചൊക്കെ വരുന്നുണ്ട്. ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാനതിൽ നല്ലൊരു റുട്ടീൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. അതിന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഇന്ന് ഈവനിങ് ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ചിൽ റിലാക്സ്ഡ് ഈവനിങ് ആകണം എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി പരിപാടികളിലേക്കൊക്കെ കിടക്കാം. ഇപ്പോൾ ഞാൻ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് എത്താനായിട്ട് ഒരു 2 മണിക്കൂർ ഏകദേശം എടുക്കും. സബ്വേയും ബസ്സും എല്ലാം മാറി മാറി എനിക്ക് കയറണം. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ. അതിൻ്റെ ഇടയിൽ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ടിമ്മിന്ന് ഒരു എന്താ പറയുക ക്രൊസോണൊക്കെ വാങ്ങിച്ചു കഴിച്ചു. വേറെ 2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ മുതൽ ജോലി ഉണ്ടായി. ഓക്കെ, രാവിലെ മുതൽ എനിക്ക് ജോലി ഉണ്ടായി. 4-4:30 വരെയായിരുന്നു എനിക്ക് ജോലി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ 6:15 അപ്പം ഞാനിപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ഞാൻ എപ്പോഴാണ് വീട്ടിൽ നിന്ന് 4:30 ബസ് എടുത്തു. ഏകദേശം 2 മണിക്കൂർ കാണും അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇനി അജണ്ട എന്ന് പറയുന്നത് കുറച്ച് സെൽഫ് കെയർ, പിന്നെ വീടൊന്ന് ക്ലീൻ ആക്കണം. ഇന്നത്തെ ഈ വീക്ക് ക്ലീനിങ് എൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ചെയ്യണം. പിന്നെ തലയിൽ എണ്ണ തേക്കണം, അത് കഴിഞ്ഞിട്ട് കുളിക്കണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. അങ്ങനെ ചെറിയ ചെറിയ ആഫ്റ്റർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. സാധാരണ എനിക്ക് ഷിഫ്റ്റ് 11 മണി മുതൽ 9 വരെയൊക്കെ ചില 2 ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുപോലെ 4 മണി വരെയുള്ള ഷിഫ്റ്റിൽ ഞാൻ മിക്കപ്പോഴും ചില ദിവസങ്ങളിൽ അവിടെ അടുത്തുള്ള സബ്വേ വന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള മോളിലൊക്കെ ചുമ്മാ പോകുമായിരുന്നു. ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വരും. പക്ഷേ ഇന്ന് ഞാൻ പോയില്ല. ഇന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് എനിക്ക് ക്ലീനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വേഗം വന്നതാണ്. പിന്നെ തല കുളിക്കണമായിരുന്നു. അങ്ങനെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് തലയിൽ എണ്ണ വെച്ചിട്ട് നമ്മുടെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എണ്ണ അവിടെ ഇരുന്നൊന്ന് പിടിക്കുമ്പോഴേക്കും നമുക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം കുളിക്കാം. ഫുഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറും സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് അനിയത്തി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിച്ച് വയ്ക്കാം. അങ്ങനെ ഓക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് ഞാൻ ടിമ്മിൽ നിന്ന് വാങ്ങിയ ഒരു ബ്രൗണിയാണ്. നല്ല ചോക്ലേറ്റി ആൻഡ് അടിപൊളിയാണ്. നമ്മൾ മൈക്രോവേവിലൊന്ന് ചൂടാക്കിയിട്ട് കഴിച്ചാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഡിന്നറൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും വിഭവങ്ങളൊക്കെ കൂട്ടി ഒരു
ഭക്ഷണം ചോറുണ്ണാൻ പോകുന്നത്. വിഭവങ്ങളെന്നൊക്കെ പറയുമ്പോൾ ചോറ്, സാമ്പാർ, ചീര മെഴുക്കുവരട്ടി, പിന്നെ 2 ദിവസം മുന്നേ മസാലയൊക്കെ തേച്ച് വെച്ച ഒരു കിളിമീൻ. മറ്റേ ഈ റീലിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ചോറിൽ സാമ്പാർ ഇങ്ങനെ കുഴച്ച്, ചോറിൽ ഇച്ചിരി സാമ്പാർ, തൈര് വേണമായിരുന്നു, പക്ഷേ തൈര് ഞാൻ എടുത്തില്ല. അപ്പോൾ ചോറിലേക്ക് ഇങ്ങനെ സാമ്പാർ നല്ലോണം ഇങ്ങനെ കുഴച്ച്, പിന്നെ അതിലേക്ക് കുറച്ച്, ആദ്യം ഞാൻ സാമ്പാർ മാത്രമായിട്ട് കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചീര മെഴുക്കുവരട്ടി ഇങ്ങനെ വെച്ച്, പിന്നെ അതിലേക്ക് കുറച്ച് മീൻ പൊളിച്ച് ഇങ്ങനെ ഒരു കഷ്ണം വച്ചിട്ട്, നമുക്ക് പിന്നെ പപ്പടം മസ്റ്റാണ്. പപ്പടവും അതിൻ്റെ കൂടെ ഇങ്ങനെ വച്ച് ഇങ്ങനെ കുഴച്ച് ഒരു ഓഹ് മൈ ഗോഡ്, മനസ്സ് തൃപ്തിയായിരിക്കുന്നു ഗൈസ്, ഒന്നും പറയാനില്ല, വെറും സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിനി കഴിച്ചിട്ട് വരാം ഗൈസ്. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്, അതുകൊണ്ട് ഒരിച്ചിരി സന്തോഷമൊക്കെ ഉണ്ട്. നമുക്ക് പുറത്തിറങ്ങിയൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് മിസ് ചെയ്യുന്നൊരു കാര്യം ഇവിടെ അതാണ്. നമുക്ക് എപ്പോഴും നമുക്ക് തോന്നുമ്പോൾ, ഇപ്പോൾ വിൻ്റർ ടൈമൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ തോന്നി ഇവിടെ പറ്റില്ല. ആ ഒരു ഇത് ഭയങ്കര ഒരു ശോകമാണ് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ നടക്കാനിറങ്ങിയേക്കാം. പക്ഷേ ഇന്ന് സ്കൈ നല്ല അടിപൊളി, നല്ല ക്ലിയർ സ്കൈ ആണ്. ആൻഡ് നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണിച്ചു തരാം. ഇത് കണ്ടോ, അയ്യോ നല്ല രസമുള്ള സ്കൈ. ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയണ തന്നെ ഭയങ്കര വലിയൊരു സംഭവം കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി നല്ല ക്ലൈമറ്റ്. ഇപ്പം ഏകദേശം 10-12 ഡിഗ്രീസ് അങ്ങനെ എങ്ങാണ്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം 3 മാസം, ഇപ്പോൾ 2025 തുടങ്ങിയിട്ട് ഇപ്പം 3 മാസം ആവാറായി. 3 മാസം കഴിയാറായി. മാർച്ച് എൻഡ് ആവാറായി. ഇപ്പം ഇനി ഒരാഴ്ച എങ്ങാണ്ടുള്ളൂ. ഈ ഒരു ക്വാർട്ടർ നമ്മൾ ഈ ഇയർലി ഗോൾസൊക്കെ വയ്ക്കുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാർച്ചിനുള്ളിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഒരു വിഷമമുണ്ട്, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം. ബട്ട് ദെൻ അതിന് എക്സ്ക്യൂസസ് എനിക്കൊന്നും പറയാനില്ല ചെയ്യാത്തതിന്. ഞാൻ ഒന്നാമത്തെ കാര്യം, എൻ്റെ വർക്ക് സ്കെഡ്യൂള് ഭയങ്കര ഒരുമാതിരിയായിരുന്നു. അപ്പം ഓഫ് കിട്ടുന്ന ദിവസം ഞാൻ അവിടെ കിടക്കും. കാരണം ഒന്നാമത് തണുപ്പ്. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാനേ തോന്നി. ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ ഒന്നും പോയിട്ടില്ല. ഓഫുള്ള ദിവസം ഞാൻ വീട്ടിൽ ആ കിടക്കയിൽ കിടക്കുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് എനിക്ക് സീസണൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നുകയാണ്. കാരണം ഇപ്പം എൻ്റെ മൂഡ് ക്ലൈമറ്റ് മാറി തുടങ്ങിയപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയതാണ്. എൻ്റെ മൂഡ് ഇത്തിരി നല്ലതായിട്ട് വരുന്നുണ്ട്. ബട്ട് ദെൻ ആ ടൈമിൽ ഒരു ജനുവരി ലാസ്റ്റ് മുതൽ, ജനുവരി ലാസ്റ്റൊന്നും കുഴപ്പമുണ്ടായില്ല, ഫെബ്രുവരി മാസം ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു. എന്തൊക്കെയാണ് ഞാൻ ആലോചിച്ച് കൂട്ടണതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വെറുതെ കിടന്ന് കരയും, ഒരു കാരണമില്ല. ഞാൻ എന്താണ് കാരണം എന്ന് ആലോചിച്ചാലും എന്തൊക്കെയോ കാരണങ്ങൾ ഞാൻ കണ്ടെത്തുക. സോ അതെന്താണ് റീസൺ എനിക്ക് ഒരു പിടിയില്ല. ഭയങ്കര ലോൺലിനെസ് ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇപ്പം ഏകദേശം ഞാൻ ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും വരും. ബട്ട് ഞാൻ തന്നെ അതിങ്ങനെ മാറ്റാനൊക്കെ ആയിട്ട് കുറേ നോക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ആ ഇമോഷൻസൊക്കെ എന്നെ തന്നെ അതിങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ അലൗ ചെയ്യുന്നുണ്ട് എന്നെ. സോ ഇറ്റ്സ് ഫൈൻ, എല്ലാം ഓക്കെ ആവും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ടൊക്കെയാണ് എനിക്കൊന്നും
ചെയ്യാൻ പറ്റാതിരുന്നത് ഈ ഒരു 3 മാസം. കുറേ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കുറേ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സാരില്ല, ഇറ്റ്സ് ഓക്കെ. ഇനി സമ്മറൊക്കെയാണ് വരുന്നത്. ഇവിടെ എന്താവും ഒരു പിടിയില്ല. എനിക്ക് ജോലി വകയായിട്ട് അങ്ങനെ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജോലിയൊക്കെ അടിപൊളിയാണ്. ഞാനൊരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എല്ലാം അടിപൊളിയാണ്, ആൾക്കാരും ജോലിയാണെങ്കിലും ഒക്കെ ഓക്കെയാണ്. ഐ ആം ഹാപ്പി വിത്ത് ദ ജോബ് ആൻഡ് എവറിത്തിങ്. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ജോബ്, പണ്ട് ജോബിലൊരു ഹാപ്പിനെസ് നാട്ടിൽ വെച്ച് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ ചെയ്യുന്ന ജോലി ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത്, എനിക്കങ്ങനെ മടുപ്പൊന്നുമില്ല, അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക, ആഗ്രഹിച്ച ജോലി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാനിപ്പോൾ പോകുന്നത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ, അതനുസരിച്ച് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ഹോപ്പിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനൊരു റൗണ്ട് എൻ്റെ വീടിന് ചുറ്റും അടിച്ച് ഇപ്പോൾ എത്താറായി. മെയിൻ റോഡിൽ കൂടെ നടക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോയാലോ? എനിക്ക് മെയിൻ റോഡിനേക്കാളും ഇഷ്ടം ഈ റോഡ് തന്നെയാണ്. ഓക്കെ, ഞാൻ റോഡ് കാണിച്ചു തരാം. ഞാൻ താമസിക്കുന്നത് ഒരു ജൂയിഷ് ലൊക്കേഷനിലാണ്. ഇവിടെ ലൊക്കേഷനല്ല, ജൂയിഷ് ഏരിയയിലാണ്. ഇവിടെ നിറച്ചും ജൂയിഷ് ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ വീടുകളൊക്കെ നല്ല കിടുക്കാച്ചി വീടുകളാണ്, നല്ല രസമുള്ള വീടുകളൊക്കെയാണ്. കുറച്ചൊക്കെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി വീടുകളൊക്കെ ഉണ്ട്. ആൾക്കാർ നമ്മളെ കണ്ട മൈൻഡൊന്നും ചെയ്യില്ല കേട്ടോ, അവരവരുടെ കാര്യം നോക്കി പോവും. പിള്ളേരൊക്കെ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു നൈസ് ഏരിയ ആണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ഏരിയ ഒന്നും മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മറിൽ എനിക്കിങ്ങനെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം, യാത്രകളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ബിക്കോസ് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ ഞാനായിട്ടതിന് മുതിർന്നിട്ടില്ല. ഭയങ്കര മടിച്ചായിട്ട് വരിക. പിന്നെ ഒരു കാര്യം, ഞാൻ എമ്പുരാൻ ട്രെയിലർ കണ്ടു കേട്ടോ. ഗംഭീരം, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. ട്രെയിലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഇങ്ങനെ ജിൽ പോലത്തെ ട്രെയിലർ, നല്ല രസമുണ്ട്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് ഫിലിം. നമ്മൾ ലൂസിഫർ കണ്ടിട്ട് രാജുവേട്ടൻ്റെ ഡയറക്ഷനിൽ ഫാനായ ഒരാളാണ് ഞാൻ. ബ്രോഡാഡിയും അടിപൊളി സിനിമയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എമ്പുരാനും അടിപൊളി ആകണം എന്നാണ്. നോക്കാം, അപ്പോൾ എന്തായാലും അതിറങ്ങുമ്പോൾ പോയി കാണണം. അടിപൊളി, നല്ല അടിപൊളി ആയിരിക്കും ഒബ്വിയസ്ലി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് നേരം ഞാനും എൻ്റെ പേഴ്സണൽ ടൈമും ഞാനിങ്ങനെ സ്റ്റാർസൊക്കെ നോക്കി ചുമ്മാ ഒന്ന് നടക്കട്ടെ. അങ്ങനെ ഒരു വോക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയി. ഞാൻ കുളിക്കൽ ഇനി നാളെ രാവിലെ ഉള്ളൂ. ഞാൻ വന്നിട്ടൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഞാൻ ആകെ നൈറ്റ് യൂസ് ചെയ്യുന്നത് ഒരു റെറ്റിനോൾ പിന്നെ ഒരു മോയ്സ്ചറൈസർ, അത്രയുമാണ് എൻ്റെ രാത്രിയിലത്തെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അത് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെയും ഞാൻ കുടിക്കാനൊരു ജീരക വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ വയറൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്, ഡൈജഷൻ നല്ലോണം ആവാൻ വേണ്ടിയിട്ട് ജീരക വെള്ളം രാത്രി ഉണ്ടാക്കി ഇന്ന്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇരുന്നപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അമ്മയോടൊക്കെ സംസാരിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു. ആദ്യം ഫുഡൊക്കെ വിളമ്പും, ആദ്യം ഇങ്ങനെ അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളമ്പി വരും. എന്നിട്ട് അവസാനം ക്യാഷ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ഇരുന്നു. എന്തിനാണ്? ജേർണൽ ചെയ്യാൻ. ഈ ഡയറി എഴുതുന്നത് എനിക്ക് പണ്ട് ഉണ്ടായ ഒരു ഹാബിറ്റായിരുന്നു. ബട്ട് പിന്നെ അത് എപ്പോഴോ അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അങ്ങ്. ഇന്ന് എഴുതാനിരുന്നപ്പോൾ ആകെ
ഒരു ബ്ലാങ്കായ അവസ്ഥയായിരുന്നു. ഞാൻ എന്താ എഴുതുക എന്നൊക്കെ ഒരു പിടിയില്ലാത്തൊരു സ്റ്റേജായിരുന്നു. ബട്ട് ദെൻ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. അപ്പം ഇതിനെ പിടിയില്ല, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ ഞാൻ അങ്ങ് എഴുതി സ്റ്റാർട്ട് ചെയ്ത് ഒരു പേജ് ഞാൻ എന്തൊക്കെയോ എഴുതി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മനസ്സിന് ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ബുക്ക് എടുത്തു വായിക്കാനായിട്ട്. ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് ഞാനിപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു ഹാബിറ്റാണ്. ഇരുന്ന് ഒരു 2-3 പേജൊക്കെ വായിക്കും അങ്ങനെ. ഇതിപ്പോൾ പുതിയൊരു ബുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു നോവലാണ്. അത് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നെങ്കിൽ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഈ പ്രോലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ വായിച്ച് കുറച്ച് നേരം ഇരുന്നു. ഇന്ന് ദേ ഇപ്പോൾ കിടക്കാൻ പോകുമ്പോൾ ഐ ആം റിയലി ഹാപ്പി ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഡേ ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് ഐ ഹാവ് ഇൻ മൈ ലൈഫ്. എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ബൈ.